ഡേ 10 ആകുമ്പോൾ ഇന്ന് വന്ന് നമുക്ക് വന്ന് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ റിസൾട്ട് വന്നത് അതെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞങ്ങൾക്ക് ഡേ ലാസ്റ്റ് 3 ഡേയ്സിൽ ലാസ്റ്റിൽ വന്നതാണ് നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് ഉള്ളത് അല്ലേ? മാക്സിമം ബെനിഫിറ്റ് ഉള്ളത് ലാസ്റ്റിൽ വന്നതാണ്. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ തന്നെ സെലക്ട് ചെയ്യണം. അതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ക്രോസ് ചെക്ക് ചെയ്യാം. ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ 3 ഫോർമുല പറഞ്ഞല്ലോ. 3 ഫോർമുല പറഞ്ഞു. ഫസ്റ്റ് ഫോർമുല എന്ത്, ലാസ്റ്റ് ഫോർമുല എന്തെന്നാണ്? ലാസ്റ്റ് ഇത് മലൈക്കുത്ത്, സർപ്പക്കുത്ത്, ഉജ്ജയിനി പ്രാണായാമ, കൂർമ ബ്രീത്തിങ്. ഉജ്ജയിനി അല്ല, ഉജ്ജയി പ്രാണായാമം. ഉജ്ജയിനി മറ്റേ സ്ഥലത്തിൻ്റെ പേര് ടെമ്പിൾ പ്ലേസ്. നെക്സ്റ്റ് കാശി ഉജ്ജയിനിയാണ്. ഇത് ഉജ്ജയി പ്രാണായാമ. അത് ആണ് മാക്സിമം നിങ്ങൾക്ക് റിസൾട്ട് വന്നത്. ഓക്കെ, അതിൻ്റെ മുമ്പ് വന്നത് എന്താണ് ഫോർമുല? അതിന് മുമ്പ് വന്ന് മലൈക്കുത്ത്, സർപ്പക്കുത്ത്, അത് ജോയിൻ ചെയ്ത് കൂടെ ഉള്ള പ്രാണായാമം, അതിന്റെ പ്രാണ കൂർമ ബ്രീത്തിങ്. ഈ 3 ചെയ്തപ്പോൾ അത് ഒരു 80%. അതിൻ്റെ മുമ്പ് ഉള്ളത്? അതിന് മുമ്പ് മലൈക്കുത്ത്, സർപ്പക്കുത്ത്, പിന്നെ മറ്റേ നമ്മുടെ അനുലോമ വിലോമ പ്രാണായാമം. ഒരു സെക്കൻഡ്. മലക്കുത്ത്, സർപ്പക്കുത്ത്, അനുലോമ വിലോമ 1. ലാസ്റ്റിൽ വന്ന് അനുലോമ വിലോമ ഇല്ല, ഓൺലി കൂർമ ബ്രീത്തിങ് അല്ലേ? അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ കൂർമയും ആഡ് ചെയ്ത് അനുലോമ വിലോമയും ആഡ് ചെയ്യണം. അപ്പോൾ ഇപ്പം ഇന്നലെ വന്നതോടെ ഒരു 5% കൂടെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഫൈനൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വന്ന് ഒരാഴ്ച ഒരു ദിവസം ചെയ്താൽ മതി. കാരണം വെച്ചാൽ ഇതിൻ്റെ അടുത്ത കോഴ്സ് വന്ന് വെരി സബ്റ്റിൽ ട്വിൻ മെഡിറ്റേഷൻ. അതിൽ ഇതവിടെ ഹയർ എനർജി ഫ്ലോ വിത്തൗട്ട് ബോഡി സ്ട്രെയിൻ. ഫിസിക്കൽ ബോഡി സ്ട്രെയിൻ ആകാതെ നിങ്ങൾക്ക് വന്ന് ഹയർ റിസൾട്ട് വരും. ഇത് ഇപ്പോൾ നോട്ട് ഇന്നത്തെ ഇതിൽ ഞാൻ ഒരു ഓർഡർ മാറ്റി. ഇന്നലെ വന്നത് നിങ്ങൾ 90% എന്താ പറയുക, അതിൻ്റെ മേലെ ഒരു 5% കൂടെ വരും. അത് കൂർമ ബ്രീത്തിങ് അനുലോമ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് വരും. അതിനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾ വന്ന് വീക്കിലി വൺസ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു ഹയർ ലെവലാണ് വന്നിരിക്കുന്നത്. സാധാരണക്കാർക്ക് ചില ആളുകൾ വന്ന് മറ്റേ പീക്കാക്ക് ഡാൻസ് തന്നെ ചില ആൾക്ക് ഹൈ എനർജി ഫ്ലോ ആയിരിക്കും. അവർക്കൊക്കെ കുറച്ചുകൂടെ ഇതാകേണ്ടതുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് സെലക്ട് ആയിരുന്ന ലേറ്റർ പാർട്ട് നല്ലതാണ്. പക്ഷേ അതേ നിങ്ങൾ വീക്കിലി വൺസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന നെക്സ്റ്റ് കോഴ്സ് ഇതവിടെ ഈസി ബട്ട് ഹൈ ലെവൽ എനർജി ഫ്ലോ ഉണ്ടാവും, ആസ്ട്രൽ എനർജി ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതിനായി നിങ്ങളിപ്പോൾ ഫൈനലൈസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ കുങ്കുലിക്കുക, നമുക്ക് ഗംഗനാഥ നമഃ, വിഘ്നേശ്വരായ നമഃ, ശിവായ നമഃ, ഹെഡ് റൊട്ടേഷൻ, ഐബാൾ റൊട്ടേഷൻ, നാഡി ശോധന, അതുപോലെ കുലകുണ്ടലിനി ദേവി, ബാല പരമേശ്വരി, വസ്യം സ്വാഹ, പിന്നെ ഇതൊക്കെ മറ്റേ എൻ്റെ പേരൊന്ന് കൂർമ ബ്രീത്തിങ് പ്ലസ് അനുലോമ വിലോമ 3 മിനിറ്റ്സ്. അടുത്തത് ഇത് ഇപ്പോൾ ഉള്ള ഫോർമുലയുടെ മുമ്പ് 3 മന്ത്രം ആഡ് ചെയ്യണം. കുലകുണ്ടലിനി ദേവി, ബാല പരമേശ്വരി, വസ്യം സ്വാഹ മന്ത്രം വരണം. ആം ഊം ഈം ഊം ആം, ആ മന്ത്രം എഴുതിയിട്ടുണ്ടല്ലോ, അത് വരണം. പിന്നെ ഓം വാശിമേന ഓം വരണം. അപ്പോൾ ഇന്നലെ ഒരു എത്ര വന്നാൽ അതോടെ 5% കൂടെ ഒരു 95% വരണം. 95% വന്നാൽ അതിനെ നിങ്ങൾ ഡു ഇറ്റ് ഇൻ വൺസ് ഇൻ എ വീക്ക്. മനസ്സിലായോ? ഇത് ചെയ്തിട്ട് ഇനി വിളിച്ച് ഞാൻ പറഞ്ഞ മാതിരി 5% ഇൻക്രീസ് ഉണ്ടോ എന്നുള്ള കാര്യം പറയുക. സ്വാമി, ഈ നമ്മളെ ഈ ബ്രീത്തിങ് നമ്മള് വജ്രാസനത്തിലാണോ ചെയ്യേണ്ടത് അതോ നോർമലി? ബ്രീത്തിങ് വന്ന് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുന്നത് വന്ന് പത്മാസനത്തിലും ചെയ്യാം. നിങ്ങൾ വന്ന് ഹെഡ് റൊട്ടേഷൻ, ഐബാൾ റൊട്ടേഷൻ, നാഡി ശോധന, കുലകുണ്ടലിനി ദേവി, മറ്റേ കൂർമ ബ്രീത്തിങ് ആൻഡ് അനുലോമ വിലോമ വരെ പത്മാസനത്തിലിരുന്നുള്ളൂ. അതിൻ്റെ ശേഷം മറ്റേ ഡാൻസ് എന്ന് വരുമ്പോൾ വജ്രാസനത്തിൽ വരണം. കാരണം വെച്ചാൽ ബട്ടക്സ് കുറച്ച് തൂക്കാണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് വജ്രാസനം. നിങ്ങൾക്ക് സർപ്പക്കുത്തിൽ വജ്രാസനം ചെയ്താലേ നിങ്ങൾക്ക് തലയെ കൊണ്ട് തറയിൽ ടച്ച് ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടികളാണെങ്കിൽ ബട്ടക്സ് റൈസ് ചെയ്യാതെ ടച്ച് ചെയ്യും. കുറച്ച് ഏജ് ആകുമ്പോൾ നാച്ചുറൽ ബട്ടക്സ് റൈസ്, അതിനു വേണ്ടിയാണ് വജ്രാസനത്തിൽ ഇരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യാം. സോ അപ് ടു അനുലോമ വിലോമ യു ക്യാൻ സ്റ്റേ
ഇൻ പത്മാസന അത് ലേറ്റർ കോഴ്സ് വന്ന് ഇത് ചെയ്യാം. അതേമാതിരി കേസരി മുദ്രയും വജ്രാസനത്തിൽ തന്നെ ഇരിക്കണം. അത് പാർട്ട് ഓഫ് ദാറ്റ് ആ മുദ്ര വജ്രാസനം തന്നെ. മനസ്സിലായി. അതാണ് അതിനുള്ള ഇത്. അത് ചെയ്തിട്ട് എനിക്കിപ്പോൾ പറയേണ്ടത് ഇപ്പോൾ ഇന്നത്തെ ഇതിൽ ഇന്നലെ ഇവിടെ ഒരു 5% എനർജി ഫ്ലോ കൂടുതലുണ്ട്. അത് അറിയാൻ വേണ്ടിയാണ്. അത് പറഞ്ഞിട്ട് ഇതിനെ ഫൈനലൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ റൈറ്റ്. ചെയ്തിട്ട് വിളിക്കാം. ഓക്കെ.